അയോധ്യയിൽ ശ്രീരാമൻ നടത്തിയ അശ്വമേധയാഗശാലയിൽ വെച്ച് ലവനും കുശനും രാമായണ കഥ പാടിക്കളിപ്പിക്കുന്നതാണ് മൂന്നാം ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കേൾക്കാം ബാക്കി ഭാഗം. അതിനു മുമ്പ് ആദ്യമായി കേൾക്കുന്നവർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ കേൾക്കാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ വഴികൾ രാമായണം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയോ ചെയ്യുക. മഹാകവി തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും വാൽമീകിയുടെ രാമായണവും രണ്ടും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടെന്ന് പറയാം. വാൽമീകി രാമനെ പ്രധാനമായും മഹാനായ മനുഷ്യനും ആദർശ രാജാവുമായി അവതരിപ്പിക്കുന്നു. എന്നാൽ രാമനെ സാക്ഷാൽ പരബ്രഹ്മവും വിഷ്ണുവിന്റെ അവതാരവുമായി അവതരിപ്പിക്കുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ട്. വാൽമീകി രാമായണം മനുഷ്യന് സ്നേഹവും കടമയും കടപ്പാടുകളും ബോധ്യപ്പെടുത്തുന്ന കഥയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ രാമായണം കിളിപ്പാട്ട് ഭക്തിക്കും വേദാന്ത തത്വത്തിനും പ്രാധാന്യം നൽകുന്നു. വാൽമീകി രാമായണത്തിൽ ഉമാമഹേശ്വര സംവാദമില്ല. എന്നാൽ അധ്യാത്മ രാമായണത്തിൽ ഉമാമഹേശ്വര സംവാദം ആമുഖമായി വരുന്നു. വാൽമീകി രാമായണം പ്രാചീന ഇതിഹാസമായി വരുമ്പോൾ അധ്യാത്മ രാമായണം ഭക്തിപ്രധാന ഗ്രന്ഥമായാണ് അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് അധ്യാത്മ രാമായണത്തിൽ സീതയെ രാവണൻ അപഹരിക്കുന്നതിന് മുമ്പ് മായാ സീത എന്ന ആശയം അവതരിപ്പിക്കുന്നു. യഥാർത്ഥ സീത അഗ്നിദേവന്റെ സംരക്ഷണത്തിലാണെന്നും രാവണൻ അപഹരിക്കുന്നത് മായാ സീതയെയാണെന്നും പറയുന്നു. ഈ ആശയം വാൽമീകി രാമായണത്തിലില്ല. അതേസമയം അധ്യാത്മ രാമായണത്തിന്റെ അടിസ്ഥാന കഥ രാമന്റെ ജനനം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടക്കം എല്ലാം വാൽമീകി രാമായണത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അതിനെ ഭക്തിയുടെയും അദ്വൈത വേദാന്തത്തിന്റെയും കാഴ്ചപ്പാടിലൂടെ പുനർവ്യാഖ്യാനിച്ചതാണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. നമ്മളിവിടെ ഈ രാമായണം തുടങ്ങുന്നത് ശിവൻ പാർവതിക്ക് കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നിടത്ത് വെച്ചാണ്. ശിവൻ പാർവതിയോട് കഥ പറഞ്ഞു തുടങ്ങുന്നു. ഈ രാമായണ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാവണൻ. സത്യത്തിൽ രാമായണ കഥയ്ക്ക് കാരണം തന്നെ രാവണനാണെന്ന് വേണമെങ്കിൽ പറയാം. 10 തലകളുള്ള ഒരു രാക്ഷസ രാജാവായിരുന്നു രാവണൻ. ഒരിക്കൽ രാവണനും സഹോദരന്മാരായ കുംഭകർണനും വിഭീഷണനും ചേർന്ന് ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്താനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. തപസ്സിന്റെ ഓരോ ഘട്ടങ്ങളിലായി രാവണൻ തന്റെ ഓരോ തലകളും അഗ്നിയിൽ ഹോമിച്ചു. 9 തലകളും ഹോമിക്കും വരെയും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം രാവണൻ തന്റെ 10ാമത്തെ തലയും അറുക്കാൻ തുനിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും രാവണന്റെ ഭക്തിയിൽ ആകൃഷ്ടനായി മുറിഞ്ഞുപോയ തലകളെല്ലാം തിരികെ നൽകുകയും ചെയ്തു. കൂട്ടത്തിൽ ആവശ്യമുള്ള ഒരു വരം ചോദിക്കാനുള്ള അവകാശവും ബ്രഹ്മാവ് രാവണന് നൽകി. രാവണൻ വരമായി ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത് തനിക്ക് അമരത്വം നൽകണമെന്നാണ്. അതായത് തനിക്ക് മരണമുണ്ടാവരുതെന്ന്. എന്നാൽ ഒരു പൂർണ്ണ അമരത്വം നൽകാൻ ബ്രഹ്മാവ് തയ്യാറായിരുന്നില്ല. ബ്രഹ്മാവിന് അറിയാമായിരുന്നു ഒരു പൂർണ്ണ അമരത്വം രാവണൻ നൽകിയാൽ രാവണൻ ദൈവങ്ങളെപ്പോലും വെല്ലുവിളിക്കുമെന്ന്. അവസാനം രാവണൻ ബ്രഹ്മാവിനോട് അല്പം മയപ്പെടുത്തി പറഞ്ഞു, എങ്കിൽ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, രാക്ഷസന്മാർ തുടങ്ങിയ പ്രപഞ്ച ശക്തികൾക്ക് തന്നെ വധിക്കാൻ സാധിക്കരുത് എന്ന്. ആ വരമെങ്കിലും എനിക്ക് വേണമെന്ന്. മനുഷ്യരും മൃഗങ്ങളും തന്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ പോന്നവരല്ല എന്ന അഹങ്കാരം കാരണം മനുഷ്യരെയും മൃഗങ്ങളെയും ഒഴിവാക്കാൻ രാവണൻ തീരുമാനിക്കുകയായിരുന്നു. രാവണന്റെ ഇച്ഛപ്രകാരമുള്ള വരം ബ്രഹ്മാവ് രാവണൻ നൽകി. അതോടെ രാവണൻ തികഞ്ഞ അഹങ്കാരിയും അക്രമിയും അധർമ്മിയുമായി മാറി. ഈ വരശക്തിയാൽ രാവണൻ ത്രിലോകങ്ങൾ കീഴടക്കുകയും ദേവേന്ദ്രനെ പോലും പരാജയപ്പെടുത്തുകയും ചെയ്തു. തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരം രാവണനെ തികഞ്ഞ ഏകാധിപതിയാക്കി മാറ്റി. അവസാനം രാവണനുൾപ്പെടെയുള്ള രാക്ഷസ കൂട്ടങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവന്മാരോടും മഹർഷിമാരോടും കൂടെ ബ്രഹ്മാവിനെ സങ്കടമറിയിക്കാൻ ചെന്നു. ബ്രഹ്മാവ് അല്പനേരം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പരിഹാരം കാണാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന്. എല്ലാവരും ബ്രഹ്മാവുമൊത്ത് പാലാഴിയുടെ തീരത്തെത്തി. ഭഗവാനെ പുരുഷ സൂക്തം ചൊല്ലി സ്തുതിക്കാൻ തുടങ്ങി. ഭക്തരുടെ വിളികെട്ട് മഹാവിഷ്ണു ശംഖുചക്രഗദ പദ്മങ്ങൾ ധരിച്ച് കിരീടഭൂഷണങ്ങളോട് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ ബ്രഹ്മാവ് ഭൂമിദേവിയുടെ സങ്കടങ്ങൾ ഓരോന്നായി ഉണർത്തി. അലയോ ഗണനായക, പൗലസ്ത്യപുത്രനായ രാവണൻ കാരണം 3 ലോകങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് വേണ്ടത് ചെയ്താലും
സത്യത്തിൽ രാവണനൊരു പ്രത്യേകതയുണ്ട്. രാവണൻ അച്ഛൻ വഴി ഉന്നത കുലജാതനും അമ്മ വഴി നീചജന്മവുമാണ്. രാവണൻ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസ് മഹർഷിയുടെ മകനായിരുന്നു. എന്നാൽ അമ്മ കൈകസി രാക്ഷസവർഗത്തിൽപ്പെട്ടവളുമായിരുന്നു. അച്ഛൻ ബ്രാഹ്മണകുലത്തിലും അമ്മ രാക്ഷസ കുടുംബത്തിലുമാണ് എന്ന് സാരം. ഭൂമിയിൽ കൃഷിമാർ നടത്തുന്ന യാഗങ്ങളും ധർമ്മകർമ്മങ്ങളും രാവണനും കൂട്ടരും തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. യോഗീന്ദ്രന്മാരായ മുനിമാരെ പോലും രാക്ഷസന്മാർ ഉപദ്രവിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും അഹങ്കാരത്തിന് ഒരു കാരണവുമുണ്ട്. രാവൻ കഠിന തപസ്സിനാൽ എന്നിൽ നിന്ന് നേടിയൊരു വരമാണത്. അത് മനുഷ്യരോ മൃഗങ്ങളോ അല്ലാത്ത ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, രാക്ഷസന്മാർ തുടങ്ങിയ പ്രപഞ്ചശക്തികൾക്ക് രാവണനെ വധിക്കാൻ സാധിക്കരുത് എന്നതായിരുന്നു. അതിനാൽ അങ്ങ് തന്നെ ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന് രാവണനെ നിഗ്രഹിക്കണം. ബ്രഹ്മാവിൻ്റെ അപേക്ഷയായിരുന്നു അത്. വിഷ്ണു സുസ്മേരവദനായിക്കൊണ്ട് പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പ് കശ്യപ പ്രജാപതി തന്നെ മകനായി കിട്ടുന്നതിന് വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചിരുന്നു. അന്ന് കശ്യപിന് മകനായി ജനിക്കാമെന്ന് ഞാൻ വാക്കു നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കശ്യപ പ്രജാപതിയാണ് ഇപ്പോൾ ഭൂമിയിൽ ദശരഥൻ എന്ന രാജാവായി ജനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ദശരഥന്റെ പുത്രനായി ഭൂമിയിൽ അവതരിക്കുമെന്നും രാവണനെ നിഗ്രഹിക്കുമെന്നും ഭഗവാൻ ദേവന്മാർക്ക് ഉറപ്പു നൽകി.